ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയർത്തുന്നു. വീണ്ടും ജീവൻ്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചില വിഷയങ്ങൾ നമ്മളത് പഠിപ്പിക്കുന്ന പോലെ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ അത് പറ്റുകയില്ല. എന്നാൽ കർത്താവ് നയിക്കുന്ന പോലെ ഓരോ ആഴ്ചകളിലും ചില ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ആദ്യം ചിന്തിക്കുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഈ പാപം എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്കറിയാം, പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് ഈ കൃപയിൽ വന്നവർക്കറിയാം പാപം എന്താണ്, ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്താണ്. എന്നാലൊരു സാധാരണ വ്യക്തി ഇത് കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പം ദൈവവചന അടിസ്ഥാനത്തിൽ വിത്ത് റെഫറൻസ് ചില ഭാഗങ്ങളും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിൻ്റെ വാതിലുകളെ അവിടുന്ന് തുറന്നു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇതിടുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ധാരാളം പേരിലേക്ക് അത് എത്തിച്ചേരുവാൻ ഇടയാകട്ടെ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ദൈവം തന്ന വെളിപ്പാടുകൾ ഞാൻ എഴുതിയിട്ട്, അപ്പോൾ അതാകുമ്പോൾ ഒരു ഓർഡർ വരുമല്ലോ, ഓരോ ഭാഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരാശിയെ മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിലും അതിലൂടെ വ്യാപരിക്കുന്ന അനന്തര ഫലങ്ങളായ ശാപവും മരണവും പേറി, ശ്രദ്ധിക്കണമേ, നിത്യ അഗ്നിയിലേക്ക് മാറ്റപ്പെടുന്നു. പാപം എന്താണെന്ന് നമുക്ക് അല്പം ഒന്ന് മനസ്സിലാക്കാം. വളരെ ഗൗരവപരമായി ചിന്തിക്കണം. മനുഷ്യരാശിയെ മുഴുവൻ പാപത്തിലാണ് തുടങ്ങുന്നത്. അപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകണം, എങ്ങനെ പാപം ലോകത്തിൽ പ്രവേശിച്ചു, അതിൻ്റെ അനന്തര ഫലങ്ങളിൽ വരുന്ന കാര്യമാണ്. നമ്മൾ പല കുടുംബങ്ങളെ കൂടി കണ്ടില്ലയോ, വളരെ ഒരു തരത്തിൽ പോലും രക്ഷപ്പെടാൻ കഴിയാതെ ശാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ആ ശാപം, രോഗങ്ങളെ, നിത്യമരണം, ഇതിലേക്കെല്ലാം നയിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാം മൂല കാരണം പാപമാണ്. ആ പാപത്തെ യേശു എങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിവോടുള്ള കാര്യങ്ങൾ, അത് സാധാരണക്കാർക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. തുടക്കം മുതലേ അത് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വെളിപ്പെടുത്തുന്നത് ആ പാപം പ്രവേശിക്കുന്ന ഘട്ടമാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഹി മെയ്ഡ് ദ മാൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അത് ഉൽപ്പത്തി 1:27 പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിക്കും പിൻപിൽ നിയമവ്യവസ്ഥകളുണ്ട്. അത് നമ്മുടെ നന്മയ്ക്കായ ദൈവിക നിയമങ്ങളാണ്. ദൈവം ചെയ്യുന്ന നിയമങ്ങൾ, അതാണ് യേശു പറയുന്നുണ്ട്, എൻ്റെ നുകമേറ്റ് എന്നിൽ പഠിപ്പീൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. മൈ യോക്ക് ഈസ് ഈസി, മൈ ബേർഡൻ ഈസ് ലൈറ്റ്. അപ്പം ദൈവിക നിയമങ്ങൾ, നമ്മൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ നിയമങ്ങൾ കീഴിൽ നാം സുരക്ഷിതരാണ്. നിയമം അനുസരിക്കുന്നൊരു സുരക്ഷിതരാണ്. ഒരിക്കലും ട്രാഫിക് അതിൻ്റെ ഏറ്റവും വലിയൊരാളോട് വിദേശത്ത് ചോദിച്ചു, ആക്സിഡൻറ്റ് അല്ലെങ്കിൽ പെരുകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനം നിയമം ലംഘിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഏത് കാര്യങ്ങളും ദൈവിക നിയമങ്ങളുണ്ട്. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും ദൈവിക നിയമങ്ങൾ നാം അനുസരിക്കാൻ തയ്യാറായാൽ അനുഗ്രഹകരമായ ജീവിതം നമ്മളിൽ വരും. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ മാത്രമുള്ളതല്ല. അങ്ങനെ പഠിപ്പീരുകളുണ്ട്. നിത്യത വരെ ഒരു മനുഷ്യൻ കോടാനുകോടി വർഷം ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിക്കും പിൻപിൽ എന്തുണ്ട്? നിയമവ്യവസ്ഥകളുണ്ട്. അത് നമ്മുടെ നന്മയ്ക്കായ ദൈവിക പദ്ധതികളാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ ഉൽപ്പത്തി 1:15 മനുഷ്യനെ തോട്ടത്തിൽ വേല ചെയ്യാൻ, അതിനെ കാക്കാൻ. അപ്പോൾ ദൈവം അവനെ സ്വരൂപത്തിലും സാദൃശ്യം, നമുക്കറിയാം, മണ്ണുകൊണ്ട് മെനഞ്ഞു, മൂക്കൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് ഇതായിരുന്നു, തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും, അതിനെ ടേക്ക് കെയർ. അത് അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ ഒരു വേർഡാണ്. അപ്പം നമ്മളെ ഒരു കുടുംബത്തിൻ്റെ ഒരു നായകൻ, ഒരു നാഥൻ, ഞാൻ എപ്പോഴും പറയും, കുടുംബനാഥന് ഉത്തരവാദിത്തം, ആ ഫാമിലിയെ കവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ പുരുഷനാണ്.
ആ തോട്ടത്തിൽ വേല ചെയ്യാൻ മാത്രമല്ല സൂക്ഷിപ്പാനോടാണ് പുരുഷൻ അധികാരം കൊടുത്ത്. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അടുത്തത് അവൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. തോട്ടത്തിലെ സകല ദൈവം പറയാണ് 1:16, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ പലരും ചിന്തിക്കും അതൊക്കെ ചെറിയൊരു കാര്യമല്ലയോ, കൊലപാതകം പോലും വ്യഭിചാരം പോലും വലിയ പാപമല്ലോ, ഒന്നും ചെയ്യാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല. അതിൻ്റെ വളരെ കോൺസിക്വൻസസ് നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവം പറയുന്ന ഏതൊരു കാര്യങ്ങളും നാം അനുസരിക്കാൻ തയ്യാറാണ്. അനുസരണമാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്ന ഹി വാസ് ഒബീഡിയൻ അണ്ടിൽ ദ ഡെത്ത് ഓൺ ദ ക്രോസ്. അപ്പോൾ അനുസരണം. അപ്പോൾ ഒന്ന് കഴിക്കണം, ഒന്ന് കഴിക്കരുതെന്ന് ദൈവം പറയുകയാണ്. ഒന്ന് കഴിച്ചാൽ യേശു ക്രിസ്തുവാണ് ജീവൻ്റെ വൃക്ഷഫലം. കോടാനുകൂടി വർഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിയും. നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. എന്നാൽ തിന്നുന്ന നാളിൽ ഈ വ്യവസ്ഥ അവർ ലംഘിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കണം അവിടെ പാപം പ്രവേശിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അനന്തരഫലമായ ശാപവും മരണവും തുടങ്ങുന്നത് നിയമം ലംഘിക്കുമ്പോഴാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം. ദൈവിക നിയമം ലംഘിക്കുമ്പോൾ അവിടെ പാപം, അവിടെ ശാപം, അവിടെ അടിമത്തം, കുടുംബജീവിതത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം, അതിനപ്പുറത്ത് അവിശ്വസ്തമായ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തകർച്ച മാത്രമല്ല, അതിൻ്റെ ശാപവും രോഗവും നിത്യ മരണത്തിലേക്ക്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം 2:18 മനുഷ്യൻ ഏകനായിരിക്കും, നല്ലതല്ലെന്ന് കണ്ട് തക്ക തുണയെ ദൈവം പിന്നീട് കൊടുക്കുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തൊട്ട് പോവുകയാണ്. കാരണം പാപം എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഗൗരവമായ ചില കാര്യം. 1:7 1 മുതൽ 7 വരെയുള്ള കൗശല്യമേറിയ പാമ്പ്, അത് പിശാചിനാണ് പ്രതിനിധീകരിക്കുന്നത്. പഴയ പാമ്പ് ഉപായത്തിൽ അവരെ വഞ്ചിക്കുകയാണ്. ഹവയിലൂടെയാണ് ആരംഭിക്കുന്നത്, പിന്നെ ആദമിൽ, അവനിലൂടെ സകല മാനവജാതിയിൽ. പക്ഷേ ഹവ്വ പാപം ചെയ്ത് മീൻസ് പ്രലോഭനത്തിൽ വന്ന് അയക്കും അത് കൊടുക്കുമ്പോഴും ദൈവം പഴിചാരുന്ന പുരുഷനെയാണ് ആദമിൽ. മനസ്സിലായി? പൗലോസ് പറയുന്നത് സ്ത്രീ അത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടെ, പക്ഷേ ആദമിൻ്റെ പാപം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കുടുംബത്തെ താൻ കാക്കേണ്ടതിൻ്റെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴേ കൗശല്യമേറിയ പാമ്പ് വഞ്ചനയുടെ അവൻ്റെ ആയുധങ്ങളിൽ ഏറ്റവും വലുതാണ് ഡിസീവ്മെൻ്റ്, അതായത് വഞ്ചന. വചനം പറയുന്ന അവൻ ഉപായിയാണ്, അവനെ കുറ്റപ്പെടുത്തുന്നവനാണ്, അക്യൂസറാണ്, അപവാദിയാണെന്ന് വേദപുസ്തകനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവിക കൽപ്പനയിൽ അശ്വരികമായ ശാരീരിക മരണമല്ല, ആത്മീയ മരണമാണ് അവിടെ സംഭവിക്കുന്നത്. പലരും ചിന്തിക്കും പാപം ചെയ്യുന്ന ആളിൽ മരിച്ചു. വീണ്ടും വർഷങ്ങളോളം ആദം ജീവിച്ചിരുന്നു, ഹവ്വ വർഷങ്ങളോളം ജീവിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് their spiritual relation with God already disconnected. ആ ദൈവവുമായിട്ടുള്ള ആത്മീയത മരിക്കുകയാണ്. അതാണ് പലരും നമുക്കറിയാം, അവർ മറ്റു കുഴപ്പമൊന്നുമില്ല, അവർ പോവാണ്, പക്ഷേ അവർ സ്പിരിച്വലി ഡെഡാണ്. അതാണ് നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണെന്ന് വേദപുസ്തകം പറയുന്നു. പലരും പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല, പുറത്ത് നോക്കുമ്പോഴോ അവർക്ക് നോക്കുമ്പോഴോ പ്രശ്നമൊന്നുമില്ല, ഒരാത്മീയമായൊരു മരണം സംഭവിക്കുകയാണ്. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല, ദൈവകൃപ അവർക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല, ദൈവിക അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. ഇത് നിങ്ങൾ തുടർമാനമായി ഇതിടുമ്പോൾ, വീണ്ടും നിങ്ങളിത് കാണുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹകരമായി വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവിക കൽപ്പനയിൽ അശ്വരികമായ ശരീര മരണമല്ല, ആത്മീയ മരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. തിരുനാളിൽ മരിക്കുമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ്. ആത്മാവിൻ്റെ കാര്യത്തിലാണ് ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തിന്നാൻ, തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കഴിക്കരുതെന്ന് വിലക്കില്ല, ചിലതിന് വിലക്കുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഇതിലെ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഒന്നും ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല, ചെയ്യാം. ഇതിനെല്ലാം ന്യായവിധിയുണ്ട്, വ്യക്തതയുടെ ന്യായവിധിയുണ്ട്.